வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, இல்ல பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். ஹில் ஸ்டேஷனில் 60 ரொம்ப டிஸ்டன்ஸ், ரொம்ப நேரம். പ്ലെയിനിലെ കൂടെ 60 ടക്കൻ പോയല്ലോ, 1 മണി നേരം 40 നിമിഷം പോയല്ലോ. എല്ലാം ശ്രദ്ധിച്ചു. വരുന്ന എല്ലാ ബസ്സും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അഭിരാമി വരുന്ന ബസ്സിൽ കോളേജിന്റെ ബാൻഡ് ഉണ്ട്. എന്റെ പൊന്നോ, ഈ ക്ലൈമറ്റിലെ കുഴപ്പമാണെന്ന് അറിയില്ല. നീ ഈടായിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കണം. അതെയോ, താങ്ക് യു. ഈ വരുന്ന കക്ഷി ആള് ചില്ലറക്കാരിയല്ലെന്ന് തോന്നുന്നു. എന്താ വളരെ ബഹളം ഫോൺ വന്നപ്പോ? അവളോ ഇന്റർനാഷണൽ കുഴപ്പക്കാരിയല്ലേ? അവിടെ വന്നിരിക്കുന്നു, അവളുടെ വാലി കെട്ടാൻ കൊള്ളില്ല. കുട്ടിക്കാലം തൊട്ടേ അവള് കുസൃതിയ. പക്ഷേ എല്ലാവർക്കും അവിടെ ഭയങ്കര ഇഷ്ടം. ശരിക്കും പറഞ്ഞ ഡാർലിംഗ് ഓഫ് ദ ഫാമിലി. ഹലോ, Why feeling? இவங்க வந்து ஃபேமஸ் ஆனதுனாங்க. மஞ்சு வாரியரா? Why so dull? What happened? Bye. Bye. காலேஜ் முடிஞ்சிருச்சுன்னு ஃபீல் பண்றாங்களா? എന്താടി ആകെ കോലം കിട്ട് പോയല്ലോ. എന്ത് ടൂറായിരുന്നു? ചുമ്മാ എക്സ്കർഷനോ അതോ Study tour. മീറ്റ് മിസ്റ്റർ ഡെന്നിസ്, മൈ ഫ്രണ്ട്, മൈ പാർട്ട്ണർ. Hi. പോവാം. അവിടെ പിള്ളേരൊക്കെ നിന്നെ കാത്തിരിക്കുക. ஆளே வித்தியாசமா இருக்காங்கல்ல. ஆனா இதே மூஞ்சிதான் இருக்கு இப்போ. பேசியதுதான், பட் அப்பியரன்ஸ் டிஃபரெண்டா இருக்கு. എത്ര ദിവസത്തേക്ക് ഈ സ്ഥലത്ത്? വെക്കേഷൻ കഴിയുന്നത് വരെ. അതാ മുത്തശ്ശന്റെ plan. എനിക്ക് വരാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. മുത്തശ്ശന്റെ നിർബന്ധം. വെക്കേഷൻ കഴിയാതെ ഞാൻ നിൽക്കില്ല. ഞാൻ വേഗം തിരിച്ചു പോകും. അതൊക്കെ അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അവിടെ എത്തിക്കഴിയുമ്പോൾ നീ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് പറയും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ അപ്പത്തിലായിരുന്നു. പോവാ. நல்லா நீ பெத்தல்ஹம். நம்மளுக்கு இந்த மாதிரி மலை மேல ஒரு இடம் இருந்து ஜீப் இருந்து ജോലി பண்ணலாம். ഫാം വെച്ചിട്ട് നീ പറഞ്ഞതുപോലെ ഈ കുട്ടി വളരെ ഗ്ലൂമി ആണല്ലോ. എന്തോ ഉണ്ട്. അവളെ എങ്ങനെ ഞാനും കണ്ടിട്ടില്ല. എന്താ എല്ലാവർക്കും എന്തിനാ ബഹളം? ആമി, ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യായിരുന്നു നിന്നെ. വൈ? ആര് പറഞ്ഞത്ര ആൻഷ്യസ് ആവാൻ? എവിടെ ബെഡ്റൂം? മോളിലാ. വാട്ട്സ് ദിസ് യാ? സംതിങ് റോങ്. മുത്തശ്ശി, ബഹളം. ആമി ചേച്ചി വന്നോ? താരം ബഹളം കേട്ടപ്പോഴേ എനിക്ക് തോന്നി. എന്നിട്ട് അവൾ എവിടെ? അവിടെ റൂമിൽ കിടക്കുന്നു. ഭയങ്കര മൂടി, ദേഷ്യം. മുത്തശ്ശൻ വന്ന് നോക്ക്. എവിടെ മുത്തശ്ശന്റെ ആമക്കുട്ടി? എന്താ കണ്ണാ? എന്താ എന്റെ മോക്ക് എന്ത് പറ്റി? സംതിങ് എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നില്ല. എന്താണെങ്കിലും അതങ്ങ് മാറ്റി വെക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ആമക്കുട്ടിയെ തിരിച്ചു കിട്ടണം. എന്റെ അച്ഛനും അമ്മയും ഒക്കെ ആകെ അപ്സെറ്റ് ആയിരിക്കാണ്. എന്റെ മോക്ക് ദേഷ്യവും വാശിയും ഒക്കെ കൂടിയിരിക്കുന്നു പറഞ്ഞിട്ട്. നീയേ വെക്കേഷന് വരുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞു. നിന്റെ മൂടൊന്ന് മാറ്റിയെടുക്കാനാ നിർബന്ധമായും നീ വരണമെന്ന് മുത്തശ്ശൻ പറഞ്ഞത്. അതൊക്കെ സാരല്ലേ, അവള് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കല്ലേ. അവളൊന്ന് ഫ്രഷ് ആവട്ടെ. നീ ചീറപ്പായാലേ അവരും ഹാപ്പി ആവൂ. യു ഗെറ്റ് മീ? ഞാൻ ചെന്ന് മോക്ക് നല്ല ചൂടായിട്ട് നെയ് റോസ്റ്റ് കൊണ്ടുവരാം. നെയ് റോസ്റ്റ് பிரேக்கப் நினைக்கிறேன். could be. എന്താ ഉണ്ണി കരഞ്ചു? എനിക്ക് തിരിച്ച് മലയാളം. മോളെ ആമി, ഇത്ര കോഴ്സ് വേണ്ടട്ടോ ആമി. നീ വരുമ്പോ ഫോൺ ചെയ്തപ്പോ കാണായിരുന്നു ഇവിടുത്തെ ഒരു ബഹളം. ഞങ്ങൾ ഒന്ന് ഡിസൈഡ് ചെയ്തു, തിരിച്ചു പോവാ. മതി, വെക്കേഷൻ നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞോണ്ട് മാത്രാ ഞാൻ വരാന്ന് വെച്ചത്. മേമയുടെ കുട്ടികൾ എല്ലാരും ബോംബെക്ക് വിളിച്ചു. പോവായിരുന്നു. ഇപ്പൊ ആലോചിക്കുമ്പോ. സോറി ഗൈസ്. ബോംബെക്ക് മേമയുടെ കുട്ടിയോടോ? ആരാടിയാ? ഓ മൈ ഗോഡ്. എന്താ പുള്ളി പോപ്പു ഓട്. ആമയുടെ മൂട് മാറി. എല്ലാം കൂടി വീട് തലകീഴായി മറിച്ചു. ഭാഗ്യം ചെയ്തവരാ നമ്മൾ. ഈ കുട്ടികളുടെ കളിയും ചിരിയും കണ്ണടയ്ക്കുന്നവരെ കാണാൻ സാധിക്കണേ എന്റെ ഗുരുവായൂരപ്പാ. ഒരു പ്രാർത്ഥന, ഒരാഗ്രഹം, അത്രേ ബാക്കിയുള്ളൂ. രവിയുടെ വിവാഹം. നിന്റെ ഒരു കണക്കുകൂട്ടലിൽ അവൻ ആരെയാവും ഇഷ്ടമാവുക? ഒന്നിനൊന്ന് മിടുക്കികളല്ലേ 5 പേരും. ആരായാലും നമുക്ക് ഒരുപോലെയല്ലേ. പക്ഷേ എന്താ അവന്റെ മനസ്സിലിരിപ്പെന്ന് ആർക്കറിയാം? 5 പേരിൽ ഒരാളാവണം, അത്രേ ഉള്ളൂ. അങ്ങനെ വന്നാലേ എന്റെ ബാങ്ക് ബാലൻസ്, ഷെയർസ്, പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം ഞാൻ അവർ കൊടുക്കൂ. പുറത്തൊരു വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇതാണ് എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പൈ ഞാൻ അവന് കൊടുക്കില്ല. അതിപ്പോ അവൻ അറിയണ്ടേ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടെന്ന്? അറിയരുത്. ഈ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനുള്ളിൽ
അവൻ ഏതെങ്കിലും ഒരു മുറപ്പെണ്ണിനോട് ഇഷ്ടം തോന്നട്ടെ. അങ്ങനെ വന്നാൽ ഇത് അവളും മുറപ്പെണ്ണെന്ന് சொல்றேன். ഇത് സീക്രട്ട് ആയിട്ടിരിക്കട്ടെ. അതൊക്കെ ഞാൻ കുളമാക്കി തരാം കേണൽ സി ആർ മേനോൻ. ഏ? ഓ അപ്പൊ ഇതാണ് മുത്തുവിന്റെയും മുത്തിയുടെയും പ്ലാൻ. എടി ഭയങ്കരി, നീ ഇതിനടിയിൽ ഒളിച്ചിരിക്കും. ഭയങ്കര സകല പ്ലാനും പൊട്ടി. ഇവൾ അറിഞ്ഞ നാട് മുഴുവനും പാട്ടാവും. അപ്പൊ ഇതിനാണ് പേരക്കുട്ടികളെ എഴുന്നള്ളിച്ച് രണ്ടും കൂടി ഇങ്ങോട്ട് ഇറങ്ങിയത്. നോട്ട് ബാഡ്. അണി, നീ ഇവിടെ കേട്ടത് എങ്ങാനും പുറത്തുപോയി പറഞ്ഞ പിന്നെ ഈ മുത്തശ്ശൻ മിണ്ടൂല. ഷുവറാ. എനിക്ക് ഒരു രഹസ്യം സൂക്ഷിച്ചു നോക്കാനാവില്ല മുത്തു. ദാ, ഈ നെഞ്ചിനകത്തൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യും. ഞാനിന്ന് പോയിട്ടേ ആ പെമ്പിള്ളേരോട് രവിയോടും പറഞ്ഞിട്ട് വരാം. ശരി, മുത്തശ്ശന്റെ പൊന്നു മോളല്ലേ. ചെലവാകുമേ? എന്ത് തരും? എന്ത് തരാൻ? എന്ത് തരും? ഒരു 1000 rupees. ബ്ലാക്ക് മെയിലിംഗ്. ബ്ലാക്ക് മെയിൽ. ആ 1000 മണീസ് കിട്ടിയാൽ ഞാൻ എന്റെ നെഞ്ചിലെ സഫോക്കേഷൻ അങ്ങ് സഹിക്കും. ദേ, അതങ്ങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. പാട്ടി മുത്തശ്ശി എണ്ണ ഒന്നും വേണ്ട മുത്തു. ദേ, മുത്തു. പണം വാങ്ങിയിട്ട് കാല് മാറിയാ I'll try മാറാതിരിക്കാൻ. പിന്നെ റെഡ് വൈൻ കാണുമല്ലോ കയ്യില്, ഒരു പെഗ് തരുമോ? ആണിത് ജനിക്കേണ്ടതായിരുന്നു. അവള് നമ്മുടെ ചൊണക്കുട്ടനല്ലേ. ചുണക്കുട്ടൻ. എന്റെ പൊന്നു ലോറൻസ്, നീ ഇപ്പൊ ഇതുകൊണ്ട് പോ. അതല്ലെന്നേ, ഞാൻ പലിശ കാണുമ്പോ നിന്റെ മുതലാളിയുടെ ചൊറിച്ചിൽ കുറയും. എന്റെ സാറേ ശരിയാകുകയല്ല. നീ പോ ലോറൻസേ. മുതല് തിരിച്ചു കിട്ടാ പുള്ളിക്കാരൻ അടക്കത്തില്ല സാറേ. ഇങ്ങോട്ട് കയറി വന്നുകളി. ചില നേരത്തെ അയാളുടെ സ്വഭാവം മഹാപിഴയാ. എടോ ആരെന്താ ലോറൻസ് കണ്ടിട്ട് പൂസം പോകണം? കാശ് കയ്യിൽ വെച്ചിട്ട് തരാത്തൊന്നുമല്ലല്ലോ. ബാങ്കുകാർ ഒരു വഴിക്ക് ഇറങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയാ ആ മാനേജർ ദാസൻ പന്നി എന്നെ പറ്റിച്ച് ഓ കിടന്നു. കഥകളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. പോയി എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യൂട്ട. മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ മാനേജ് ചെയ്യാന്ന് പറഞ്ഞ മാനേജ് ചെയ്യാ, അത്ര തന്നെ. ഒരു രക്ഷയില്ലെങ്കിൽ കുറച്ച് എലിവേഷൻ മേടിച്ച് നീ നിന്റെ മുതലാളിക്ക് കൂടെ ബാക്കി കാശിന് നീയും പുട്ടടിച്ചോ. നീ പോലെ ഓറൻസേ. അല്ല അതെ മര്യാദയെ சொல்றோம் போக மாட்டேங்கிறான். കാണാവോ നീ എന്നെ മല കയറ്റിയത്? ഇങ്ങനെയോ കമ്മീഷൻ. നീ എന്താ ഇവിടെ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി കുറെ കാർഡ്സ് അയച്ചു, ഫോൺ ചെയ്തു, പിള്ളേർ സെറ്റിന് കുറെ ചോക്ലേറ്റ്സ് വാങ്ങി, പ്ലസ് അല്ലറ ചില്ലറ ഷോപ്പിംഗ്. മുത്തു കുറച്ച് പോക്കറ്റ് മണി തന്നേ. എന്താ മോളെ ഒരു അവലക്ഷണം കെട്ട ചിരി? ആരെ മോനെ ലോറൻസ്? ലോറൻസ് മൈ ഫ്രണ്ട്, എന്റെ വെരി ക്ലോസ് ഫ്രണ്ട്. എന്താ? അല്ല ഒന്നുമില്ല. ഈ ക്ലോസ് ഫ്രണ്ട്സിന് ഇങ്ങനെ കാശ് കൊടുക്കുവോ കാണാൻ വരുമ്പോ? ഓ, എല്ലാം മാറിയെന്ന് വാച്ച് ചെയ്യായിരുന്നു അല്ലേ? അവൻ മുകളിലെ പട്ടിയെ പോലെ എല്ലാ ഫ്രെയിമിലും നീ ഉണ്ടാവുമല്ലോ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വളരെ വറി ചെയ്യുന്നുണ്ടോ? ചില്ലറ പ്രശ്നങ്ങൾ ഇല്ലാതില്ല. എന്താ? എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നു സ്വാമി. എന്ത് വഴി? ഏത് വഴി? അങ്ങനെ ചുമ്മാ പറഞ്ഞു തരാനൊന്നും പാടില്ല, എന്നാലും പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. മനസ്സിലായില്ലേ? വേറെ ലാംഗ്വേജിലാണ്. മനസ്സിലാവുന്ന ഭാഷയിൽ പറയേ. This is Kannada. Make it in മലയാളം. ഇതിന്റെ അർത്ഥം മലയാളത്തിൽ എന്താന്ന് വെച്ചാ പറഞ്ഞതാ. അർത്ഥം കണ്ടുപിടിക്കേണ്ടത് ആവശ്യക്കാരന്റെ ഡ്യൂട്ടിയാണ്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. 5 ಕಸಿನ್ಸ್ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ஓ எனக்கு புரிஞ்சுது, அதனாலதான் ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. எனக்கு புரிஞ்சது. நான் டிஃபரன்ஷியேட் பண்ணல டிஃபரண்ட் லாங்குவேஜ். ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ಮತ್ತೊಂದು ಪರ್ಸನಲ್ ಆಸ್ತಿಯನ್ನ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ಮತ್ತೊಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ താത്തന്തു അമോഭാഗം താത്തന്തു മറന്നു പോച്ച്. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ചോദിക്കാതെ നമസ്കാരം പറയരുത്. എടാ, നിനക്ക് കന്നഡ അറിയാമോ? ഏയ് ഞാനാ ടൈപ്പല്ല. തമാശകളാ ഇത്. ആമി കന്നഡത്തിൽ എന്തോ ഒരു സംഭവം പറഞ്ഞു. അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം അറിഞ്ഞാൽ അതിനകത്ത് എന്തോ ഒരു ക്ലൂ കിടപ്പുണ്ട്. ഓ എന്താ സംഭവം പറ കേക്കട്ടെ. എനിക്ക് കന്നഡ കേട്ടാ മനസ്സിലാവും. 5 ಕಸಿನ್ಸ್ ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ஞாபகம் എടാ ഞാൻ കേട്ടിട്ടുള്ള കന്നഡ ഈ ടൈപ്പല്ല. നിനക്ക് അറിയാൻ പാടില്ല എന്ന് പറ. കന്നഡ അറിയാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. എവിടെയുണ്ട് സാർ? എവിടെയുണ്ട്? ഞാനാ മോനായി. അത് കറക്റ്റ്. ഇവൻ കുറച്ചു കാലം പഞ്ചാബിലായിരുന്നല്ലോ. സാറ് കളിയാക്കണ്ട, നിങ്ങൾ കന്നഡ പറ, ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. എന്നാ പറയടാ. എന്നാ പറ. ನಲ್ಲಿ ಯಾರಾவது ಒಬ್ರು ಮದುವೆ ಮಾಡಿಕೊಂಡ್ರೆ ತಾತಂದು ಪರ್ಸನಲ್ ಆಸ್ತಿ ಎಲ್ಲ ನಿನಗೆ ಸಿಗುತ್ತೆ. ഇത്രേ ഉള്ളൂ. ഇത് വെരി സില്ലി. എന്നാ പറ. എന്നാ പറയട്ടെ. 5 കസിൻ എന്ന് പറഞ്ഞാൽ 5 കസിൻ. കറക്റ്റ്. നെല്ലി ആരാവതു എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. എന്താ പ്രത്യേകിച്ച് അർത്ഥമില്ല? അടുത്ത പറയട്ടെ. സാറിന്റെ മീനിങ് ഇല്ല. പേര് കന്നഡയിൽ ഒന്ന് പറഞ്ഞു. രവിശങ്കറിന് കന്നഡത്തില് രവിശങ്കർ அது நவுன் பா. അർത്ഥ വ്യത്യാസങ്ങൾ പറഞ്ഞില്ല.
ഇനി ഒബ്രു മധുവിൽ മധു എന്ന് പറഞ്ഞാൽ മധു ആ മധു ഇല്ല, ഏ? ഇത് മദ്യം. ആ ഒബ്രു എന്ന് ലിക്കർ പറഞ്ഞാൽ മധു. കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ്. ഉം. ഓൺലി ഫോർ സെയിൽ ഇൻ കർണാടക. ആ. മാടിക്കുണ്ട്രി ഏ. എന്ന് പറഞ്ഞാൽ മാടി വിളിക്കുക. അതില്ല, മേടിച്ചുകൊണ്ട് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒബ്രു മധു എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് 5 കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറി പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ 2 പേരുടെ മോന്താടെ പേഴ്സണാലിറ്റി മാറ്റുന്ന खुद शॉट पड़ता है. ഏസി പോടും. ഇനി കുട്ടികളെല്ലാവരും ഇരിക്കൂ. പിക്നിക്. നീ എന്താ പറഞ്ഞേ? വെക്കേഷൻ ഒരു ത്രില്ല് പോരാന്നോ? ത്രില്ല് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മോളെ. വൈന്. ഇത് എവിടെ കിട്ടി? വൈൻ ഷോപ്പിൽ കയറി വാങ്ങിച്ചു. ഇനി ഈശ്വര സമ്മതിച്ചു തന്നെ. അമ്മേ, നമ്മളിത് കുടിക്കാൻ പോവാ? അല്ലല്ല, നമ്മളെ ഇതുകൊണ്ട് മുഖം കഴുകാൻ പോവാ. കൊഞ്ചാണ്ട് ഗ്ലാസ് ഞാനിത് നോക്കും ചെയ്യാം. Oh, wine glasses. ആമാ. Not bad. Please, അമ്മേ, എനിക്ക് വേണ്ട. വേണേ അടിച്ച് നിന്റെ കണ്ണട ഞാൻ മെഡിലോ പ്ലാനറ്റ് കയറ്റും. Middle of the get. മെഡൂല ഒബ്ലങ്കേറ്റ. അത് ബയോളജിയിൽ പഠിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കണ്ടേ വൈനിലോ? തണ്ണി കുടിച്ചിരുമാ. അത് ഹാർഡ് പാ. സഹകരിപ്പിക്കണേ, എന്നെ തല്ലണം. എന്റെ ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ജിന്നാണ് വേണ്ടത്. പിന്നെ നിനക്കൊന്നും അതിനൊരു മെച്ചൂരിറ്റി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വൈനിൽ ഒതുക്കിയത്. സിഗരറ്റോ? That's bad. സിഗരറ്റ് ഞാൻ വലിച്ചിട്ടുണ്ട്. ആണോ? എന്നാ നീ മുടി കൂടെ പോയിട്ട് കാണിച്ചേ. അതൊന്നും വേണ്ട, ചുമയ്ക്കും. പെട്ടെന്ന് കുടിക്കാം. ആരെങ്കിലും കണ്ടാ? കമോൺ. തൊട്ടുകൂട്ടാൻ വല്ല അച്ചാറ മറ്റോ വേണോ? ചാരോ. കൂട്ടിട്ട് പോട്ടാളുക. കൂട്ടത്തിൽ സ്മാർട്ട് എന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് വെറുതെ ഒരു തമാശ. എല്ലാരും കൂടെ കൂടിയപ്പോ വൈനാ വൈനിന്റെ ഡ്രിങ്കല്ലേ? അതെ അതെ, വൈനില തുടങ്ങ, പിന്നെ വീര്യത്തിലേക്ക് കടക്കാമല്ലോ. ഏതായാലും മുത്തശ്ശന്റെ അടുത്തേക്ക് നടക്ക്. ഹാ, ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാണ്ടാവും. വാ നടക്ക്. ഡെന്നിസേ, ഉം. എന്റെ പൊന്ന് ഡെന്നിസേ, മാപ്പാക്കണം. ഇനി റിപ്പീറ്റ് ചെയ്യില്ല. ഗുരുവായൂരപ്പനാണ്, പളനിയാണ്ടവനാണ്, ശബരിമല അയ്യപ്പനാണ്, ബത്ലഹേം ജീസസ് മെല്ലപ്പെടുங்க ബസ്. ആക്കന്റെ ഡെന്നിസേ. ആക്കാം, പക്ഷേ മറ്റതിന്റെ മീനിങ് പറയണം. 5 കസിൻസ്, ഒബ്രു മധു, മാടിക്കൊണ്ടേ. ഓ, അതോ? അത് പറയണോ? പറയണം. അത് ചുമ്മാ രവിയേട്ടനെ ഒന്നും ഇല്ലെന്നേ. പറയാം. 5 കസിൻസ് നല്ലി ആരാവതു മണപടവേ വിട്ടാര്. 5 കസിൻസ് തന്റെ അമ്മയുടെ കോപ്പിലെ അർത്ഥം കിട്ടിയടാ. അവളെ കൊണ്ട് തന്നെ പറയിച്ചു. എന്താടാ? അതായത് നീ നിന്റെ 5 കസിൻസിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിച്ചാൽ നിന്റെ മുത്തച്ഛന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് അതാണ് സംഭവം. എന്റെ ഡെന്നിസേ, ആ കിളവന്റെ കയ്യിൽ മുടിഞ്ഞ പണം ഉണ്ടാ. അത് മുഴുവൻ കിട്ടിയ ഞാനൊരു കലക്കലിടാ. പക്ഷെ ആ പെണ്ണാരാണെന്ന് അറിയണ്ടേ? എന്തിനാടാ? ഏതെങ്കിലും ഒരു കുരിശെടുത്ത് തോളത്ത് വെച്ചാ പോരെ? നീ പ്രപ്പോസ് ചെയ്യുന്ന പെണ്ണിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ? അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിലോ? അപ്പൊ നിന്നെ പ്രേമിക്കുന്നവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് കെട്ടുന്നതല്ലേ ഈസി. അത് കറക്റ്റ്. പക്ഷെ നമുക്ക് ഇതുവരെ അതിനോടൊരു ക്ലൂ കിട്ടിയില്ലോ. ഒരു ക്ലൂ എന്റെ ഉണ്ടല്ലോ. ടേപ്പ് കാർഡ് റിപ്പയർ ചെയ്ത് ശരിയാക്കി അതിന്റെ കാസറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കാസറ്റ് കുരുങ്ങി പരങ്ങി എന്ന് പറഞ്ഞ് എന്റെ തന്നാൽ ഫ്രൈ എന്ന് പറഞ്ഞു. ആ കാസറ്റ് ഓൺ ചെയ്യടാ. ഒരു കുഴപ്പമുണ്ടാവരുത്. പാട്ട് എന്താടാ അപ്സ്റ്റെയറിലെ വിൻഡോയിൽ ലൈറ്റ് കത്തി? ഇവങ്ങളാ? ആരത്? ഇവങ്ങളെ മെത്തല്ലേ? എനിക്ക് തോന്നുന്നത് എസ്.പിയുടെ മോളില്ലേ, ട്രിവാൻഡ്രം. ദേവിക. അതല്ല, ഇനി അപർണയാണോ? ശരീരത്തിന്റെ മുൻവശം കണ്ടിട്ട് ഗായത്രി ആണെന്ന് തോന്നണേ. പിന്നെയും പോയി, അവളും പോയി. ஆக்சுவலி அவங்களுக்கு முடி இவ்வளவுதானே இருந்துச்சு. ஆர்டர் பண்ணலாம், முடி இவ்வளவுதானே இருந்துச்சு. ரொம்ப லென்த்தா இல்ல. சோ முடி யார் ஷார்ட்னு பாருங்க, பிடிச்சிடலாம். அவள் லென்த் யார் இருக்குன்னு யாருக்கு இருக்குமா? காது ஒவ்வொருத்தரை பார்ப்போம். சேட்டை இது வந்து நம்ம മഞ്ജു വാര്യർ தான். ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലേ എന്നെ? എന്തൊരു കഷ്ടം. സോറി. அருமைடா. I feel really sorry man. Yours? போனே விட்டுட்டு போயிட்டாங்க. ஃபர்ஸ்ட் பார்ட்லயே க்ளூ இருந்திருக்கடா, நம்ம ஏதோ மிஸ் பண்ணிட்டோம். Probably.
எனக்கு என்னமோ சுரேஷ் கோபிக்கு வர்ற சாங் தானோன்னு தோணுது. எனக்கும். ஜெயராம்க்குலாம் வரல. ம். அஞ்சு வருஷம் தானே அது இல்லையா? நைஸ் வாய்ஸ் பட் ம். நம்மால் என்ன மாதிரி டவுசர்லயே இருக்காரு பாப்பா பார்த்தாலும் ஜாலியா இருக்க வேண்டியதான். ஷார்ட்ஸ்ல. இது ஊட்டி குளூர்லையா? இந்த குளூர்லையா? நேட்டிவ்ல பழகிரும்டா. அது வேணா இரட்டும். அது ஒரு கட்டிங் போட்டு நடந்தாங்கன்னு வச்சுங்க, நல்லா குளு குளுன்னு இருக்கும். சாங்கா ஓகே. ஐயோ கஷ்டம். உள்ள இருக்குன்னு நினைக்கிறது. எது? பனி. ஆஹா, இது டென்ஷன் பில்டிங் நம்மளுக்கு. பட் நைஸ் யூஸ் ஆஃப் ப்ராப்பர்ட்டி. போயிட்டாங்களா? ഹലോ நான் மஞ்சள். ഓഹോ, അപ്പൊ നമ്മളാണല്ലേ? നമ്മൾ എങ്ങനെ ആണാവും? നമ്മൾ ആണും പെണ്ണുമല്ലേ? തമാശ. ഇനി വലിയ തമാശ ഒന്നും വേണ്ട. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. രവി ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ടി പറയട്ടാ. എന്ത്? കമാണ് അഭിരാമി, ഇനി ഈ പൊട്ടങ്ങളി വേണ്ട. ഇറ്റ്സ് യു. മിസ്റ്റർ ഡെന്നിസ്, എന്റെ കസിൻസ് മുഴുവൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്തിരി വട്ടുണ്ടെന്ന്. വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ അതെന്തോ ആവട്ടെ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇന്നലെ രാത്രി വിൻഡോയുടെ അടുത്ത് വന്ന് ഔട്ട് ഹൗസിലേക്ക് നോക്കി ഇന്ന് അഭിരാമിയല്ലേ? യെസ് ഡെന്നിസ് മെനസ്, ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഔട്ട് ഹൗസിൽ നിന്ന് കേട്ട പാട്ട്, അത് കേട്ടപ്പോ തൊട്ട് എന്റെ ചുണ്ടിലുണ്ട്. മുഴുവനും കേൾക്കാനും കഴിഞ്ഞില്ല. ആ ടേപ്പ് എനിക്കും തരുമോ? അപ്പോ അഭിരാമിയല്ലേ ആ പാട്ട്? Don't try to play fool with me, நிகேஷ். உனக்கு இந்த ரெஃபரன்ஸ் புரியல, வியூவர்ஸ்க்கு புரியும். അവളാവാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അവൾ അങ്ങനെ ഒരു സാധാ പെമ്പിള്ളേരുടെ നമ്പർ ഒന്നും കാണിക്കില്ല. എടാ, സാധാ പെമ്പിള്ളേരുടെ നമ്പറാണ് ഈ കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുന്നത്. എനിക്ക് അവളെ സംശയമുണ്ട്. വിളഞ്ഞ വിത്താവള്. അത് കറക്റ്റ്. പക്ഷേ ഈ ചുറ്റിക്കളിക്കൊന്നും നിൽക്കാതെ ഏതവളായാലും അവൾക്ക് മുന്നോട്ട് വന്ന് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ചേട്ടാ ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്ന്. എടാ, അതിലെന്താ ഒരു ത്രില്ല്? കണ്ടുപിടിക്കണം. എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കും പോലെ ആ കൂട്ടത്തിൽ നിന്ന് അവളെ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് മുന്നോട്ട് ഉങ്ങളதான் തൂക്ക പോறாங்க பாஸ். ഓർമ്മയുണ്ടോ ഈ മുഖം? അതല്ലടാ മോളെ, ദുബായിലേക്ക് പെട്രോൾ കയറ്റി അയക്കല്ലേ എന്ന്. അല്ല, ഇങ്ങനെ ചോദിക്കണം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേടി മോളെ? അതെങ്ങനെയാടാ സിറ്റുവേഷൻ മാച്ച് ആവുന്നത്? ആവുന്നില്ല അല്ലേ? എന്നാ പിന്നെ എന്ത് പിണ്ണാക്കെങ്കിലും പറയാം. ആദ്യം അവൾ ആരാണെന്ന് അറിയണം. എന്നിട്ട് പിണ്ണാക്കത്തെ പിണ്ണാക്കുണ്ടാங்களா? മുത്തശ്ശന്റെ കംപ്ലീറ്റ് ക്യാഷുകൾ അടിച്ചു മാറ്റുക, കടങ്ങൾ വീട്ടുക, എന്നിട്ട് ഒരു അടിപൊളി ഫാം. ആഹാ, അകട്ടിൽ മെഷീൻ വെച്ച് കറക്കുന്ന നൂറുകണക്കിന് പശുക്കൾ. അമുൽ കമ്പനി പൂട്ടിച്ചിട്ടേ എനിക്കൊരു വിശ്രമമുള്ളൂ. ചങ്കു, ആദ്യം അവൾ ആരാണെന്ന് അറിയും, എന്നിട്ട് ആലോചിക്കാം അമുൽ ടിൻ പൊട്ടിക്കുന്ന കാര്യമൊക്കെ. ആ പാട്ടാണ് കയറി പിടിക്കാൻ പറ്റിയ ഒരു തുമ്പ്. ഒരു ഐഡിയ വരുന്നുണ്ട്. അവളെ കൊണ്ട് ആ പാട്ട് പാടിക്കാൻ കഴിയും. യുറേക്ക. ഇവള് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നു. എന്താ സംഭവം? കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ് കലാപരിപാടികൾ. കലാപരിപാടികളെന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് പാട്ടുകള്, ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, സമൂഹ ഗാനങ്ങൾ, സോങ്സ്, ഗാനങ്ങൾ. മറ്റു കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും പാട്ട് വേണം അല്ലേ? പിന്നെ പാട്ട് വേണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പന്റ്? പാർട്ടിസിപ്പന്റ് மலையாளத்துல தமிழ் பாட்டுன்னு சொல்றாங்க, ஹிந்தி கானம் சொல்றாங்க. ഡിവൈറ്റ് പാർട്ടി ഡാൻസ് ചെയ്യൂ. കം ഓൺ, ഓടി നടന്ന്. പിന്നെ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു പ്രൈസ് ഉണ്ട്. അത് മുത്തശ്ശന്റെ മകൾ തന്നെ ആവട്ടെ. ക്യാഷ് പ്രൈസ് ക്യാഷ് പ്രൈസ് വേണോ? 1000 rupees വേണം. അത് നീയാണ് നിശ്ചയിക്കുന്നത്. யாரா? സജഷൻ പറഞ്ഞു. വേണ്ട, രണ്ടുപേരും കൂടെ വഴക്ക് കൂടണ്ട. அவங்க வாயை திறந்தா குறைஞ்சபட்சம் 1000 ரூபாய் முத்தச்சி ட்ரெஸ்ஸிங் எல்லாம் மாசா இருக்கே. அதானே? അതെ, ബോറം പരിപാടിയാണെങ്കിൽ പോവാലോ. അതിന് ടാക്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ തന്നാൽ കഴിയുന്ന വിധം ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. മതി. നമുക്ക് തുടങ്ങാം. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്നത്? പറ്റില്ല. செம்மையா கூவி கலாய்க்க போறாங்க. ഒരു കർട്ടൻ റൈസർ പോലെ മോനായുടെ ചെറിയ ഒരു അതെ, എന്റെ ഒരു ചെറിയ റൈസർ. പക്ഷെ രവിസാരൻ ഒന്ന് സഹായിക്കുന്നത്. ഓക്കെ. ആനയെ കാണിക്കാൻ പോയ ഞങ്ങൾക്ക് ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്ക വയ്യാതെ ഒരു പാവമേലി തന്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് മോനായി കാണിക്കുന്നത്. അതെ, ആ, ഈ അവൻ എലി മിമിക്രി പണ പോறாரு. പ്രാർത്ഥിക്കുമ്പോ അവസാനം ദേ പൂച്ച എന്ന് പറയുമ്പോ ഈ എലി പേടിക്കും. അപ്പൊ എലിയുടെ മുഖം നമുക്ക് കാണേ. തുടങ്ങാം. റെഡി സാർ? റെഡി.
സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ അവിടെ നീ സാധുവിനെ രക്ഷിക്കണേ. നാട്ടിൽ മാർജാരത്തണ്ടികളുടെ ശല്യം വല്ലാതെ ഇൻക്രീസ് ആയിരിക്കുന്നു. അവിടെ നീ റാസ്കൽസിനെ വാനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ എനിക്ക് ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. മോനെ ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ വരൂ. തമ്പി പോതുമ്പോ മോനായി ഇപ്പൊ ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട് ചെയ്യാം. മനസ്സിലായി സാർമാരുടെ ഐഡിയ. അവന്റെ കാസറ്റിൽ പാടിയ പാർട്ടി. എന്താ നിങ്ങൾക്കാർക്കും പാട്ടറിയില്ല? അവരിന് പാടുന്നു. കഭി കഭി മേരെ മേരെ ദിൽ മേ ഹിന്ദി പറ്റില്ല, ഹിന്ദി പറ്റില്ല. ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് ഒട്ടും പറ്റില്ല. മലയാളം? മലയാളം മാത്രമല്ല നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പാട്ടും ആവരുത്. അതെങ്ങനെയാ? ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്? അതായത് ഉദാഹരണത്തിന് നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടിന്റെ ആദ്യത്തെ 4 വരി രവി പാടും. അതിന്റെ ബാക്കി പാടുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ്. ഓക്കെ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ மேல் வெர்ஷன் இப்பதான் கேக்குறோம். ஃபேஸ் பார் முடிய பார் லென்த் முத்துச்சிதான். ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. எனக்கு அந்த டாக்டர் தான் தோணுது. அப்படியும் இல்லைன்னா சம்மந்தமே இல்லாம நம்மளுடைய மஞ்சு ஒரு சுரேஷ் മുഖതാരങ്ങളും സാക്ഷികൾ. இந்த 5 பேர் தானே, வேற யாரும் இல்ல. சர்ப்ரைஸ் ஸ்பெஷல் கெஸ்ட்ல வர மாட்டாங்களா? முத்துச்சி ஓகே. ഇതിന്റെ ബാക്കി எத்தனையோ ஜென்மம் நான் தேடிட்டு இருக்கேன்னு சொல்றாங்க. ஒரு வாய்ப்பே இல்ல கசனை தேடுறதுக்கு. കൂട്ടത്തിലുണ്ട്. കമാൺ. നല്ല പാട്ട്. ബാക്കിയും കൂടെ പാട് രവി. ബാക്കി ഇവരാരെങ്കിലും പാടട്ടെ മുത്തശ്ശി, അതാണല്ലോ മത്സരം. ഞങ്ങൾ അറിയില്ല. ബാക്കി രവി തന്നെ പാട്. ബാക്കി എനിക്കും അറിയില്ല മുത്തശ്ശ. കള്ളം, പച്ചക്കള്ളം. ഈ പാട്ട് ഇവരുടെ ഔട്ട് ഹൗസിൽ നിന്ന് ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. രവിന് അറിയാം, ചുമ്മാ നമ്പരാ. മറന്നുപോയി. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. சுரேஷ் கோபி பாடுவார் நினைக்கிறேன். ஐயோ ஐயோ ഞാൻ എന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് അത് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് എന്നെ വലിക്കണേ. അപ്പൊ ഞാൻ വരാം. ஏ வா பெர்ஃபார்மர். കണ്ടോ? കണ്ടോ? അസൂയ, അസൂയ, അസൂയ. jealous. ചൂടെ. പന്നീനെ പൊട്ടി ഞാൻ ഉച്ചയ്ക്ക് വെച്ചത് മോനായിക്ക് കൊണ്ട് മോനായിടാ. മോളുടെ അമ്മമ്മ അമ്പായ്. ആമി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താഴെ വീണ കൂവിക്കോട്ടെ. കൂവിക്കോ. പക്ഷേ ഒരു റൗണ്ട് ഈ ഫാമിന് ചുറ്റും കറങ്ങി വന്നാ അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും നീയൊക്കെ. സത്യത്തിൽ ആമി ചേച്ചിക്ക് റൈഡിംഗ് അറിയാവോ? വാട്ട് എ ക്വസ്റ്റ്യൻ. ഈ റൈഡിംഗ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞോണ്ടൊന്നും കാര്യമില്ല. ഇതൊരു ആർട്ടാണ്. നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. அது அவரோட குதிரை. വേണ്ട, അവൻ വികൃതിയാ. പരിചയമില്ലാത്തവർക്ക് അവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. താഴെ ഇറങ്ങ്. പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. അല്ല, മനസ്സിലായില്ല. അത് താഴെ വീഴുമ്പോ താനെ മനസ്സിലാവും. അതെ, ஆ റൈഡ് ചെയ്യാൻ മോഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോണിയുണ്ട്. അയ്യാടാ, ആ പോണി. ഏരിയയിലേ ചേട്ടൻ അങ്ങ് റൈഡ് ചെയ്താ മതി. ആ, എന്നാ പിന്നെ അനുഭവിച്ച് തന്നെ പഠിക്കും. ഓ പഠിച്ചോളാം. ഓ ഇതെന്താ അനങ്ങാത്തെ? கால்ல ஒதுக்கினா தெரியலையே. கால்ல கிக். പോ. இன்னும் 1 இன்ச் வர மாட்டேங்குது. ഈ ആർട്ട് ഓഫ് റൈഡിംഗ് പറയുന്നത് ഇങ്ങനെ പൊത്തോന്ന് പേരുന്നതാ. Shut up. ചേടാ. വീണതൊക്കെ വരും. അതുകൊണ്ടൊന്നും ആമി തോൽക്കില്ല. കാണിച്ചുതരാം ഞാൻ. I like her attitude. കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ. അല്ലാതെ ചുമ്മാ ഈഗോ കയറി വീണ്ടും അബദ്ധം കാണിച്ചാൽ മണ്ടത്തരമാണ്. അത് അഭിരാമിയെ പോലൊരു കുട്ടി. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഓക്കെ? ആരെങ്കിലും ഒന്ന് ഉന്തിത്തള്ളി കൊടുക്കാം. Ah, shit. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അഭിരാമിക്ക്. അയ്യോ പ്ലീസ് ആമി, അത് വേണ്ട. കുറച്ച് കൂടി പോകും. കൂടി പോട്ടെ കണ്ണാടി. ഞാൻ ഇതാ പറയുന്നത് പണം പറയാ. മതി. അയാളെന്നാ വൈൻ സെഷൻ പൊളിച്ചു. ഇപ്പതാ അയാളെ കുറേ നോക്കി എന്തോ ഒരു സിഗ്നൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ താഴെ വീണത്. അയാൾക്കിട്ടൊരു താങ്ങ് താങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ. മാങ്ങാ തൊലി. എടി നീ ഒന്നും ചെയ്യുന്നില്ലല്ലോ. എന്റെ കരച്ചിൽ കേൾക്കുമ്പോ ഉറക്കെ ദാ ആമി കരയുന്നു, മുത്തശ്ശ ഓടി വരൂ എന്ന് വിളിച്ചു പറഞ്ഞാ മതി. വാ, കം ഓൺ. Any guesses? അയ്യോ, ഓടി വരണേ. ഓടി വരണേ. ബാത്റൂമിലെ പാമ്പ്. ஐயோ இவர பொண்ணு கேஸ்ல மாட்டிட போறாங்க. அதான். എവിടെ പാമ്പ്? എവിടെ? പാമ്പല്ല, കുതിര. ആദ്യം ഞാൻ കരുതിയത് പാമ്പാന്നാ. പിന്നെ അത് ഷേപ്പ് മാറി കുതിരയായി.
കൂടെ ഒരു എക്സ്പേർട്ട് റൈഡറും. ബെത്ലഹേം ഡെന്നിസ്. അഭിരാമി വീഴ്ചകളിൽ നിന്നും ഞാൻ മാത്രം പഠിച്ചാ പോരല്ലോ, ഇയാളും കൂടി ഒന്ന് പഠിക്ക്. അയ്യേ ഇത് തപ്പ്. കാണിക്കാൻ പോണേ ഉള്ളൂ. അയ്യോ ആരെങ്കിലും ഓടി വരണേ. ബാത്റൂമില്. മുത്തച്ഛാ, അയ്യോ ആരെങ്കിലും ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. ആമി കരയുന്നു. ഔട്ട് ഓഫ് ദി ബാത്റൂമില്. അയ്യോ ഓടി വരണേ. മുത്തച്ഛാ. ஐயோ சம்மட்டி வாங்க போறாரு. മോളെ ആമി, ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. മുത്തച്ഛാ, ഓടി വരണേ. അയ്യോ എന്താ ഡെന്നിസ്, എന്താ ഉണ്ടായത്? എന്താ എന്ത് പറ്റി? ഈ അഭിരാമി ബാത്റൂമില് വെറുതെ എന്നെ ഈ പാമ്പുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ മുത്തച്ഛാ. പറ. ഞാൻ മൂത്രമൊഴിക്കാൻ കയറിയപ്പോ ഇയാളെന്റെ പിന്നാലെ കയറി വന്നു മുത്തച്ഛാ. എന്നിട്ട് എന്നെ അടുത്ത് I love you എന്ന് പറഞ്ഞു മുത്തച്ഛി. അയ്യോ ഇല്ല, കള്ളം. അഭിരാമി ഇങ്ങനെ കള്ളം പറയരുത്. ഇതിനകത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോഴാ ഞാൻ. ആരെങ്കിലും കയറി നോക്കോ അതിനകത്ത് പാമ്പുണ്ടോന്ന്. എനിക്കിനി ജീവിക്കണ്ട, ഞാൻ സൂസൈഡ് ചെയ്യും. No, she is lying. മുത്തശ്ശ, she is lying. അപ്പൊ കെട്ടി വെച്ചിരുங்க ബസ്, വേല முடிஞ்சு. പുറത്താക്കണം ആ തെമ്മാടിയെ. എന്റെ ക്യാരക്ടർ അനുസരിച്ച് തല്ലി ഓടിക്കുമായിരുന്ന റാസ്കലിനെ. നിന്റെ ഫ്രണ്ടാണല്ലോ, അതുകൊണ്ടാ നിന്നോട് പറയുന്നത്. ഇനി അവനെ ഇവിടെ പൊറപ്പിക്കാനാവില്ല. മുത്തശ്ശ, അവൻ എന്റെ പാർട്ട്ണറാ. പെട്ടെന്ന് പുറത്താക്കാന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ സ്വഭാവമുള്ളവരായിട്ട് എന്തിനാ മോനെ പാർട്ട്ണർഷിപ്പ്? അത് വിടണം. അവന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്ന് പറയേ, ഞാൻ തരാൻ പണം കൊടുത്ത് പറഞ്ഞേക്കേ. അല്ല മുത്തശ്ശ, ഇപ്പൊ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലോ. ബാത്റൂമിൽ അവനൊന്നും അറിയാതെ കയറി പോയതല്ലേ. ലുക്ക് രവി, അന്ന് കുട്ടികൾ താമസിക്കുന്ന മുറിയിൽ രാത്രി പൂച്ചക്കുട്ടിയുമായി അവൻ കയറിയപ്പോഴേ എനിക്ക് അവന്റെ ക്യാരക്ടർ കിട്ടി. ഇന്നിപ്പോ ഇതാ ബാത്റൂമില്. നാളെ അവൻ എവിടെയൊക്കെ കയറും, എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്ന അനുസരിക്കേ. പ്രായമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല, 5 പേരാ. ഇൻഡോ പാക് വാർ ടൈമിൽ ബോംബ് സ്ക്വാഡിനെ ലീഡ് ചെയ്ത് ഞാൻ പാകിസ്ഥാൻ ബോർഡർ ക്രോസ് ചെയ്ത് കയറിയിട്ടുണ്ട്. അന്നില്ലാത്ത ടെൻഷനാ എന്താണ്? ഇന്ന് ഈ വളർന്ന പെൺകുട്ടികളുമായി ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. മുത്തശ്ശ, എനിക്ക് അവനോട് ഇറങ്ങി പോകാൻ പറയാൻ പറ്റില്ല. അതിലും ഭേദം നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. ഞാൻ പറയും, അവന്റെ ഷെയർ മണി മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഗോ ടു ഹെൽ എന്ന് ഞാൻ പറയും. എനിക്ക് അവനോട് പണം കൊടുത്താൽ തീരാത്തത്ര കടപ്പാടുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് അവൻ. ജീവൻ രക്ഷിച്ചതോ? ஐயோ റിവേഴ്സിൽ சொல்ல போறாரு. ഒരു ഏപ്രിൽ മാസ രാത്രിയിൽ മേട്ടുകുളം ബൈസൺ വാലി റോഡിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ലോറി എന്റെ ജീപ്പിലിടിച്ച് നടി റോഡിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് അമ്മേ മുത്തശ്ശ. அந்த இன்சிடென்ட்க்கும் அபிக்கு தான் ஏதோ சம்பந்தம் இருக்கு. Could be. ആരും നിർത്തിയില്ല. ഒടുവിൽ ഈ ഡെന്നീസ് ആണ് എന്നെ എടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നിട്ട് എനിക്ക് 6 കുപ്പി ബ്ലഡ് അവൻ തന്നു. 2லிருந்து 3லிருந்து 4 6 പോയി ഇപ്പോ. മുത്തച്ഛന്റെ ജീവിച്ചിരിക്കുന്നത് ഇതൊന്നും ഞങ്ങൾ അറിയിച്ചില്ലല്ലോ മോനെ. സമയമാവുമ്പോ അറിയിക്കാന്ന് കരുതിയിട്ടാ. അതൊക്കെ ശരിയാവും, എന്നാലും അവന്റെ മോറൽ സൈഡ് അത്ര കറക്റ്റ് അല്ല. മേലിൽ അവന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വരാതെ ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഇത് അങ്ങനെ വിട്ടുകളയാവുന്ന ഇൻസിഡന്റ് ആണോ? ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല. ആമി ചേച്ചി മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ കയറിയപ്പോ ആങ്കിൾ ഒളിഞ്ഞു നോക്കി. അച്ഛി ഓടിയോന്ന്. ആമിയോടെ ദാ നിക്കണു. ആമിയോടെ വന്നേ. ஓகே, ட்ரூத் வெளிய வர போகுதுன்னு நினைக்கிறேன். அச்சி அவட போடி. ஆமி இங்க வா. നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ പോയത്? ടോയ്ലറ്റിൽ പോണെന്ന് പറയുമ്പോ ടോയ്ലറ്റിൽ തന്നെയല്ലേ പോണ്ടേ, അല്ലാണ്ട് കിച്ചണിൽ പോയിട്ട് കാര്യമുണ്ടോ? എടീ, ഇത്രയും വലിയ വീട്ടിൽ എത്ര ടോയ്ലറ്റ്സ് ഉണ്ട്, എന്നിട്ട് നീ എന്തിനാ ഔട്ട് ഹൗസിന്റെ ടോയ്ലറ്റിൽ തന്നെ പോയെന്നാ ഞാൻ ചോദിച്ചത്. അത് അതിന്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. നീ അതിനകത്ത് കയറിയിട്ട് പാമ്പ് പാമ്പ് എന്ന് ഉറക്കെ വിളിച്ചോ? അയ്യേ, എന്താ രവിയേട്ടത്? ആരെങ്കിലും ടോയ്ലറ്റിൽ കയറി പാമ്പ് പാമ്പെന്ന് വിളിക്കോ? ചിലര് മൂളിപ്പാട്ട് പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ അതും കൂടി ചെയ്യില്ല. നീ ആ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണന് ദേഷ്യം തീർക്കാൻ ഡെന്നീസിനിട്ട് വേല വെച്ചതല്ലേ? എന്റെ ഗുരുവായൂരപ്പാ, കുതിര പുറത്തുനിന്ന് വീണ കുതിരയോടല്ലേ ദേഷ്യം തോന്നണ്ടേ? രവിയേട്ടൻ പറയുന്ന കേട്ടതൊന്നും ഞാൻ ടെന്നീസിന്റെ പുറത്തുനിന്ന് വീണേന്ന്. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എല്ലാരും ചെയ്യുക ഡോർ ലോക്ക് ചെയ്യുന്നതാ. നീ ഡോർ തുറന്നിട്ടാണോ സാധാരണ കാര്യം സാധിക്കുന്നത്? ഏയ്, ഞാൻ അടയ്ക്കും. പിന്നെ അടച്ച ബാത്റൂമിനകത്ത് ഡെന്നീസ് എങ്ങനെ കയറി? അത് അതിന്റെ ലോക്ക് അടയുന്നില്ല. കള്ളം, പച്ച കള്ളം. അതിന്റെ ഡോറിന്റെ ലോക്കിന് യാതൊരു കുഴപ്പമില്ല. മുത്തച്ഛ, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. അല്ല, അവള് ചിലപ്പം കുറ്റിയിടാൻ മറന്നുപോയതായിരിക്കും. ആ തുറന്ന് കിടക്കുന്ന ഒരു ബാത്റൂമിനകത്ത് അറിയാതെ കയറി പോയത് അത്ര വലിയ തെറ്റാണോ? மாட்டிக்கிட்டேன். இப்போ உண்மையை சொல்லு. അത് രവിയേട്ടാ ഒന്നുമില്ല. വളർന്ന് പോത്ത് പോലെ ആയിരുന്നു ഞാൻ നോക്കില്ല. സത്യം പറയേ. സത്യം ആമി, ഞാൻ എല്ലാവരെയും പറ്റിച്ചു. ഞാൻ വെറുതെ കള്ളം പറഞ്ഞതാണ് ഡെന്നിസിനെ ചമ്മിക്കാൻ. ഞാൻ പാമ്പ് ഉമ്മി சொல்லிட்டாங்க. ഡെന്നിസ് ഓടി വന്നത്. മുത്തശ്ശ കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആയിരുന്നു. കാണുന്നുണ്ടല്ലോ, അടിക്കൊന്നും വേണ്ട. ആമി കം ഹിയർ. ചെറിയ കുട്ടി തമാശ കാണിച്ചായിരുന്നു. ആ കോർണറിൽ പോയി പുറത്തിരുന്നേക്ക്. ഞാൻ പോരുത്. അവിടെ സംസാരിക്കാൻ ഇവൾക്ക് ഇതൊന്നും കൊടുത്താ പോലെ ശിക്ഷ. തല കീഴവിടെ കെട്ടി തൂക്കിയിടണം. നീ ഡെന്നീസിനെ ഒന്ന് വിളിക്കേ, എനിക്ക് അവരോട് സോറി പറയണം. സോറി പറഞ്ഞാൽ മാത്രം പോരാ,
മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും അവനോട് കുറച്ചും കൂടി പാസമാ അടുപ്പം പേசுங்க. നിങ്ങളൊക്കെ വെക്കേഷന് വരുന്നു എന്ന് കേട്ടപ്പോ അവന്റെ ഒരു സന്തോഷം കാണുമായിരുന്നു. ആരും ഇല്ലല്ലോ അവന്. നിങ്ങളൊക്കെ തിരിച്ചു പോകുന്നത് വരെ എന്നെ പോലെ തന്നെ അവനെയും കാണാൻ തയ്യാറാവണം. நல்ல ஃப்ரெண்ட்ஸ் ஆ. வரைக்கும் ഇതിന്റെ ഒരു അപേക്ഷയാണ്. പാവം കുട്ടി, നമ്മൾ അവനെ വല്ലാതെ അവോയ്ഡ് ചെയ്തു ചില നേരത്തൊക്കെ. பாவம் வச்சுக்கிறாரா மூஞ்ச. அதானே? സോറി മാൻ, അവസരപ്പെട്ട് അടിച്ചില്ലേ സാർ? ഐ ഫീൽ റിയലി സോറി. മോനെ, അവക്ക് ഇത്തിരി കുറുമ്പ് കൂടുതലാ. നോ ഹാർഡ് ഫീലിംഗ്സ്. മുത്തശ്ശി, ഞാനിതെല്ലാം എത്രമാത്രം സന്തോഷത്തോടെയാണ് എൻജോയ് ചെയ്യുന്നതെന്നറിയോ? സ്നേഹിക്കാനും നോവിക്കാനും ആരും ഇല്ലാത്തവന് ഇതൊക്കെ ദൈവത്തിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ്. ഈ കുട്ടികളുടെ കൂടെ ഇടപഴകുമ്പോൾ അർഹിക്കുന്നതിലും അപ്പുറം സ്വാതന്ത്ര്യം എടുത്തു പോകുന്നുണ്ട് ഞാൻ. ഒരു ബ്രദറിന്റെ, അങ്കിളിന്റെ, பின்னாடி பாரு. ഈ സ്ഥാനങ്ങളെല്ലാം എനിക്ക് പുതിയതാണ്. അപ്പൊ ചില ചില്ലറ മിസ്റ്റേക്സ് എന്റെ കയ്യിൽ നിന്ന് വന്നാൽ ഇവരെന്നോട് ക്ഷമിക്കണം. ഇല്ല മോനെ, ഇനി രവിയെ ക്ഷമിക്കണം. പോലെ തന്നെ മോനും ഞങ്ങളുടെ കുട്ടിയാ. അങ്ങനെ എല്ലാരും കാണും. அப்போ ஒரு கஷ்டம் கல்யாணம் பண்ணி தருவீங்களா? അഭിമാനമായി പോവും. എന്നാലും ഞങ്ങളുടെ രവിയുടെ ജീവൻ രക്ഷിച്ച ഡെന്നീസിനെ രവിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചെന്നു. മേട്ടുകുളത്ത് നിന്ന് ബൈസൺ വാലിയിലേക്കുള്ള വഴികളിൽ ഇടതുഭാഗത്തെ വഴിയിലൂടെയാണ് അന്ന് നീ പോയിരുന്നെങ്കിൽ നടു റോട്ടിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന് എന്നെ നീ കാണുമായിരുന്നു. ഓ, അതൊക്കെ ദൈവനിശ്ചയല്ലേ രവി? യെസ്, ആത്മപ്രശംസ ചെയ്യാതെ എല്ലാം ദൈവത്തിന്റെ കഴിവായിട്ട് കാണുന്നത്. ദാറ്റ്സ് യുവർ ഗ്രേറ്റ്നസ് ഡെന്നീസ്. ഈ അഭിരാമി പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. അതാണ് അവക്കുള്ള ശിക്ഷ. വേണ്ട മുത്തശ്ശ, വിട്ടേക്ക് പാവത്തിന്. ഇങ്ങനെയുള്ള ചെറിയ പണിഷ്മെന്റ്സ് കൊടുക്കാതെ ശരിയാവില്ല ഡെന്നീസ്. അതാ ബാലമാമ നല്ല തല്ലുകൊടുത്ത് വളർത്താത്തിന്റെ. എന്തായാലും ഷീസ് ടിപ്പിക്കൽ. ഇവിടെയുള്ള മറ്റു കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് അഭിരാമിയുടേത്. അതിന് കാരണമുണ്ട് മിസ്റ്റർ ഡെന്നിസ്. എന്താണെന്നറിയോ? ഞാൻ ഈ വീട്ടിലെ കുട്ടിയല്ല ശരിക്കും. ഞാൻ അഡോപ്റ്റഡ് ആണ്. ആ കഥ അറിയില്ലല്ലേ? എന്റെ അച്ഛൻ എന്ന് പറയുന്ന മിസ്റ്റർ ബാലചന്ദ്രനും ഭാര്യ മാലിനിക്കും മാരേജ് കഴിഞ്ഞ് കുട്ടികളെ ഉണ്ടായില്ല. 3 വർഷം അവര് കാത്തു. പിന്നെ ഒരു ഓർഫനേജിൽ പോയി എന്നെ ദത്തെടുത്തിങ്ങ് പോന്നു. ഏത് നാട്ടിലുള്ള ഏത് കക്ഷികൾക്ക് ജനിച്ചാന്ന് ആർക്കറിയാ? കുഴപ്പക്കാരായിരിക്കും പാർട്ടീസ്, അത് ഷുവർ അല്ലേ? പക്ഷെ എന്തിനായിരിക്കും അവരെന്നെ ഉപേക്ഷിച്ചത്? വലുതാവുമ്പോ ഇവിടെ ഒരു തല്ലുകൊള്ളിയാവുന്ന അവർക്ക് മനസ്സിലായി കാണും ചിലപ്പോ. ആമി, എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത്? മതി. அடாப்டட் ஆர்ஃபன்ஸ். മുത്തച്ഛന് ആമി ഇഷ്ടമല്ലേ? എല്ലാവർക്കും മോളെ ഇഷ്ടമാണ്. അതെ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്നെ പലപ്പോഴും ഇഷ്ടമല്ല മുത്തച്ഛ. ചീത്ത കുട്ടി ആമി, മഹാ ചീത്ത. ചീത്തക്കുട്ടി. അങ്ങനെ ഒരു ദിവസം എല്ലാരെ കൊണ്ടും അമ്മി പറയിപ്പിക്കും. എന്നിട്ട് ഈ ചീത്തക്കുട്ടി മുത്തശ്ശനെയും മുത്തശ്ശിയെയും അച്ഛനെയും അമ്മയെയും എന്റെ ഈ ഡിയർ കസിൻസിനെ എല്ലാരും വിട്ട് ഓടിപ്പോവും. ஏன் ஓடி போகும்? അപ്പൊ ആരും വേദനിക്കില്ല. എല്ലാരും പറയും, നന്നായി പോട്ടെ അവളെന്ന്. ലവ്. എന്നെ സ്നേഹിക്കരുത്, സ്നേഹിക്കാൻ ഞാൻ കൊള്ളില്ല. എനിക്ക് വേണ്ട ആരുടെ സ്നേഹം. கன்ஃபார்ம் பிரேக்கப். நல்லா சேடா வந்துருக்கும். ஓகே, பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3 சந்திப்போம். நன்றி, வணக்கம்.